വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തിയേറ്ററിൽ ഹിറ്റാവുകയും OTT-യിൽ തകർന്ന് തരിപ്പണമാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെയും ഗതി ഇത് തന്നെയായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ പ്രവചിക്കുന്നത് കണ്ടിരുന്നു. ഇതായിപ്പോ ഗുരുവായൂർ അമ്പലനടയിൽ OTT-യിൽ എത്തിയിരിക്കുകയാണ്. ഒരു കോമഡി പടം കാണാമെന്ന മൂഡോടുകൂടിയാണ് സിനിമ കാണാനിരുന്നത്. വലിയ എക്സ്പെക്ടേഷനും ഇല്ല, വലുതായി മോശമാകുമെന്നും ചിന്തിച്ചില്ല. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ചെറിയ സംഭവം, ഒരു കുഞ്ഞു ട്വിസ്റ്റ്, ഇത് വെച്ച് ഒരു സിനിമ ഉണ്ടാക്കുക എന്നൊരു ടാസ്കാണ് ഗുരുവായൂർ അമ്പലനടയിൽ സംവിധായകൻ വിപിൻ ദാസ് ഏറ്റെടുത്തത്. ഒരു ഫാമിലി ഡ്രാമ, അളിയന്മാർ തമ്മിലുള്ള സ്നേഹം, ഇതൊക്കെ കാണിച്ച് താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങള കെട്ടിയത് തന്റെ എക്സിനെയാണെന്ന തിരിച്ചറിവിൽ ഞെട്ടുന്ന നായകനിലേക്കും പിന്നീട് രണ്ട് അളിയന്മാരുടെ യുദ്ധത്തിലേക്കും നീങ്ങുന്ന ഒരു സിനിമ. നമ്മുടെ പഴയ ഗോഡ് ഫാദർ പോലെയൊക്കെയുള്ള ഫാമിലി ഡ്രാമയാണെങ്കിലും ഗോഡ് ഫാദർ പോലെ സംഭവ ബഹുലമല്ല. ഒരു ചെറിയ സംഭവമേ ഉള്ളൂ. സംഭവ ബഹുലമായ, അതായത് വിചാരിക്കാത്ത ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ത്രില്ല് ഈ സിനിമയ്ക്ക് തരാൻ കഴിയില്ലെങ്കിലും ഉള്ളതുകൊണ്ട് വളരെ മനോഹരമായി തന്നെ സംവിധായകൻ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. സംഭവങ്ങൾ കുറവായതുകൊണ്ട് തന്നെ പഴയ സിനിമകളുടെ റെഫറൻസുകൾ, ചില കഥാപാത്രങ്ങളുടെ പുനരവതരണം, ഇതൊക്കെ കൊണ്ടാണ് സിനിമ എന്റർടൈനിങ് ആകുന്നത്. ഒപ്പം രണ്ട് മെയിൻ കഥാപാത്രങ്ങൾക്കും ഏറ്റവും ആപ്റ്റായ രണ്ട് നടന്മാരെ തന്നെയാണ് ഉപയോഗിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. ബേസിലിന് വിനു എന്ന കഥാപാത്രം എന്തുകൊണ്ടും ചേരുന്ന, ബേസിലിന് വേണ്ടി പറഞ്ഞു തയ്ച്ചതുപോലൊരു കഥാപാത്രമാണ്. പൃഥ്വിരാജിന് ഷോർട്ട് ടെമ്പേർഡായ ആനന്ദിനും വളരെ ആപ്റ്റായ കഥാപാത്രം തന്നെയാണ്. കോമഡി ചെയ്യുമ്പോൾ അത്ര പോരാ എന്ന് പൃഥ്വിരാജിന് പൊതുവെ കേൾക്കേണ്ടി വരാറുള്ള വിമർശനം ഇവിടെ ഏൽക്കാത്ത വിധം തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അനശ്വരയുമായുള്ള സീനിൽ ഞാൻ ഒളിച്ചോടുമെന്ന് പറയുമ്പോഴുള്ള ആ നോട്ടമൊക്കെ കൊള്ളാമായിരുന്നു. മായൻകുട്ടി വിയെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. സംഭാഷണ രീതിയും ആ ഹുഡിയും മാനറിസങ്ങളും ഒക്കെ പക്കാ കോമഡിയായിരുന്നു. ഗൃഹപ്രവേശം മുതൽ നന്ദനം വരെ ഓരോ ഘട്ടത്തിലും ഓരോ സിനിമയുടെ റെഫറൻസ് പോലെ വന്നതും ഇഷ്ടപ്പെട്ടു. തേപ്പുകാരി, തേപ്പ് പെട്ടി എന്നൊക്കെ കാണിച്ച് അവസാനം നിഖില വിമൽ ചെയ്ത കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടി കാണിച്ചത് കൊള്ളാമായിരുന്നു. നിഖിലയുടെ അഭിനയവും കൊള്ളാം. അനശ്വരയ്ക്ക് കൂടുതലായി ഒന്നും ചെയ്യാനില്ലെങ്കിലും ചില പാർട്ടുകളിൽ, ഉദാഹരണത്തിന് ആ ഒളിച്ചോടും എന്ന് പറയുന്ന സീൻ, അങ്ങനെ ചില സീനുകളിലൊക്കെ നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു. ക്ലൈമാക്സ് കുറച്ചുകൂടി ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി തകർത്തേനെ എന്ന് തോന്നി. പൃഥ്വിരാജിന്റെ കോസ്റ്റ്യൂം എടുത്തു പറയണമെന്ന് തോന്നുന്നു. ഷർട്ട്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കോമഡി റോൾസ് ചെയ്ത അശ്വിൻ, സിജു സണ്ണി, യോഗി ബാബു, അച്ഛന്മാരായി വന്ന ജഗദീഷ്, പി കുഞ്ഞികൃഷ്ണൻ, ഇവരൊക്കെയും നായകന്മാരോടൊപ്പം തന്നെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പെർഫോമൻസ് എല്ലാവരുടെയും നല്ലതായിരുന്നു. ഒരു മഹാസംഭവമാണ് ഈ സിനിമ എന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫാമിലി കോമഡി ഡ്രാമ സിനിമകൾക്ക് ഇപ്പോഴും ഇവിടെ സ്കോപ്പ് ഉണ്ട്. നമുക്കൊക്കെ കാണാൻ ഇപ്പോഴും ഇഷ്ടമാണ്. നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലുള്ള റിപ്പീറ്റ് വാല്യൂ ഉള്ള, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ കാണാൻ പറ്റിയ ടൈപ്പ് സിനിമകൾ എഴുതാൻ ദീപു പ്രദീപ് എന്ന എഴുത്തുകാരൻ കഴിയുമെന്ന് തോന്നുന്നു. ഗുരുവായൂർ അമ്പലം സെറ്റ് ഇട്ടതും ഗംഭീരമായിരുന്നു. സിനിമയിൽ അജുവിന്റെ പാട്ടും കൊള്ളാം. കുറച്ചുകൂടി ഈവൻഫുൾ ആക്കാമായിരുന്നു സിനിമ, കുറച്ചുകൂടി ഒന്ന് കൊഴുപ്പിക്കാമായിരുന്നു ക്ലൈമാക്സിൽ. ഇത് രണ്ടുമാണ് നെഗറ്റീവായിട്ട് എനിക്ക് സിനിമയിൽ തോന്നിയത്. ബാക്കിയെല്ലാം ഒരു കോമഡി ഡ്രാമ എന്ന രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഡോക്ടർ ജോർജായി വന്ന ആളുടെ പ്രകടനവും കൊള്ളാമായിരുന്നു. അത്രയ്ക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയ അഭിനേതാക്കളല്ലെങ്കിലും കോമഡി ചെയ്തവരെല്ലാം അത് വളരെ ഭംഗിയായി ചെയ്തു എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു പോസിറ്റീവ്. സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഈ ക്യാരക്ടറിന്റെ ഡയലോഗ്സ്. മൊത്തത്തിൽ ഒരു കല്യാണ വീട്, കല്യാണം ഉറപ്പിച്ച ചെക്കനും പെണ്ണും, അവരുടെ വീട്ടുകാർ, കൂട്ടുകാർ, ഈ ഒരു ആംബിയൻസ് നന്നായി തന്നെ സിനിമയിൽ കാണാനുണ്ട്. പിന്നെ പറയാനുള്ളത് മൂവി റെഫറൻസുകളെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റെഫറൻസുകൾ 90s കിഡ്സിന് മനസ്സിലാകുന്നത് പോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്ന് സംശയമാണ്. ഉദാഹരണത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലി മാറി കെട്ടുന്ന പെയറായി വന്ന ജഗദീഷ് രേഖ സിനിമ ഗൃഹപ്രവേശം. ഈ സിനിമയിൽ അതേ പെയറിനെയും ഗുരുവായൂർ അമ്പലവും താലികെട്ടും കാണുമ്പോൾ 2000 കിഡ്സിന് ഓർമ്മ വരുമോ? അഴകിയ ലൈല പാട്ട് നിഖില വിമലിനെ ഓർക്കുമ്പോഴൊക്കെ കയറി വരുന്നത്. ആനന്ദേട്ടൻ വിനു സ്നേഹത്തിന് ബാക്ക്ഗ്രൗണ്ടായി കണ്ണാൻ തുമ്പി പാട്ട്. പിന്നെ മായൻകുട്ടി എന്ന പേര് കേൾക്കുമ്പോൾ ഗോഡ് ഫാദറിലെ ജഗദീഷിനെ ഓർക്കുന്നത്. ഇതൊക്കെ 90s നൊസ്റ്റാൾജി ആണല്ലോ. ജാതിക്കാ തോട്ടവും നന്ദനം റെഫറൻസും ദൃശ്യം റെഫറൻസും ഒക്കെ പിന്നെ എല്ലാവർക്കും ഒരുപോലെ കത്തും. BGM പാട്ടൊക്കെ കോമഡിയുമായി ബ്ലെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ വിപിൻ ദാസ് ഒരു സംഭവമാണെന്ന് ജയ കണ്ടപ്പോഴേ തോന്നിയിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമകളുടെയൊക്കെ ക്ലൈമാക്സ് ഏകദേശം ഒരുപോലെയായിരുന്നു, പ്രത്യേകിച്ച് ഫാമിലി കോമഡി ഡ്രാമകളുടെ. ക്ലൈമാക്സിന് തൊട്ടുമുമ്പ് ഒരു കൺഫ്യൂഷൻ, പിന്നെ ആകെ മൊത്തം കയോസ്, അടിപിടി, ഒടുവിലെല്ലാം ശുഭം. ആ ഒരു രീതി പിന്നീട് ഇല്ലാതായി. ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടപ്പോൾ അതും ഓർമ്മ വന്നു. മൊത്തത്തിൽ സിനിമ ഒട്ടും ബോറടിപ്പിച്ചില്ല, ഇടയ്ക്കൊക്കെ നന്നായി ചിരിപ്പിച്ചു. അത്രയും ഞാൻ ഈ സിനിമയിൽ നിന്നും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.